അസ്സലാമലൈക്കും. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ആഹാരമാണ് ചാമ. കഫപിത്ത ശമനവും വാതവർദ്ധകവുമായ ചാമ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും ഫാറ്റ് കൂടുതലുള്ളവർക്കും ചോറിന് പകരമായും ചാമ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ലോങ് ടൈം ഷുഗർ റിലീസ് നടക്കുന്നതിനാൽ ഇത് കഴിച്ചാൽ വളരെ സമയം ക്ഷീണം കൂടാതെ ജോലി ചെയ്യാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഞാൻ ഈ ചാമയരി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചാമയരി പായസം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഒരു കപ്പ് ചാമയരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ചാമയരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈ പായസം തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതുകൊണ്ട് തന്നെ 2 മൂപ്പെത്തിയ തേങ്ങയുടെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഒന്നാം പാലും 4 കപ്പ് രണ്ടാം പാലുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരവി എടുത്തിട്ട് ഇതിലേക്കായിട്ട് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ല പോലെ തിരുമ്മി ഒരു കോട്ടൺ തുണിയിലാക്കി പിഴിഞ്ഞെടുത്താൽ ഒന്നാം പാൽ റെഡിയായി. പിഴിഞ്ഞെടുത്ത ഈ തേങ്ങയുണ്ടല്ലോ, ഇത് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ശകലം വെള്ളം ഒഴിച്ചിട്ട്, ശകലമല്ല, ഇത് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ച് കറക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്താൽ രണ്ടാം പാലും ക്ലിയറായി കിട്ടും. പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ചാമക്ക് വേവുള്ളത് കൊണ്ട് തന്നെ ചാമ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാമ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാപ്പാലില് 1/3 ഭാഗം ഒഴിച്ചാണ് ഈ ചാമ വേവിച്ചെടുക്കുന്നത്. ചാമയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റി നല്ല പോലെ ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷമാണ് കുക്കർ മൂടി വെക്കുന്നത്. കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിക്കണം. പിന്നീട് മീഡിയത്തിലേക്ക് മാറ്റി 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. പായസമാണ്, വേവേറിയാലും ചാമ വേവേറിയാലും അതൊരു പ്രശ്നമല്ല. 3-4 വിസിൽ കൊണ്ട് ചാമ വേവേറിപ്പോവൊന്നുമില്ല. അത് വേറെ ഒരു ടേബിൾ സ്പൂൺ ചൗവരി ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം പായസത്തിലേക്കായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. 3-4 അച്ച് അവനവന്റെ മധുരത്തിന് ആവശ്യമായത് ശർക്കര ഉരുക്കി 4 വിസിലിന് ശേഷം ഇതിലെ പ്രഷറും പോയിട്ടാണ് ഞാൻ കുക്കർ തുറന്നു നോക്കുന്നത്. ചാമയുടെ 1/4 ഭാഗവും വേവായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാൽ ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാനുണ്ട്. ഈ സമയത്താണ് സോക്ക് ചെയ്ത് വെച്ച ചൗവരി നമ്മൾ പായസത്തിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചൗവരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കൂടെ തന്നെ ചൗവരി വേവാവുകയും വേണം. ഈ സമയം ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല കേട്ടോ. മീഡിയത്തിനും ലോയിലും ഇടയിലായി തന്നെ തിളപ്പിച്ച് വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ കുറുകി വന്നാൽ ഇതിലേക്കായിട്ട് ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത ശർക്കരക്ക് അത്ര തന്നെ കളറില്ല. ശർക്കരയുടെ കളർ ഒന്നുകൂടി ഡാർക്ക് ആവുകയാണെങ്കിൽ പായസത്തിനും ഒന്നുകൂടെ കളർ കൂടി കിട്ടിയാനെ. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് തിളക്കും വേണം കേട്ടോ. തിളച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. മധുരത്തിന് നിന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇനി പായസത്തിലേക്കായിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ തേങ്ങാക്കൊത്തോ എന്ത് വേണമെങ്കിലും വറുത്തിടാം. അത് അവരവരുടെ ഇഷ്ടം. ഞാനിവിടെ തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചുക്കുപൊടിയോ എന്ത് വേണമെങ്കിലും ആവാം. ശകലം ചെറിയ ജീരകം കൂടി വറുത്തിടുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തിന്റെ കൂടെ ജീരകം കൂടി ആയാൽ അത് ഒന്ന് വേറെ തന്നെയാണ്. തേങ്ങാക്കൊത്തിന് നല്ല ഗോൾഡൻ കളറായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നെയ്യോടുകൂടെ തന്നെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പായസത്തിന്റെ പണി പൂർത്തിയായി. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് എടുക്കുകയാണെങ്കിൽ പായസം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ടാവും. ഈ പായസം കാണാൻ എന്തോ ഒരു ഭംഗിയാണ് അല്ലേ? അതുപോലെ തന്നെയാണ് കഴിക്കാനും. ഈ ചാമയരി പായസം
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.